بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. الشيخ عبد الرحمن بن ناصر الساعدي رحمه الله التوضيح والبيان لشجرة الإيمان എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദർസുകളിലെ 7ാമത്തെ ദർസാണ് ഇന്ന്. ഇൻഷാഅല്ലാഹ് വബില്ലാഹി തൗഫീഖ്. ഇതോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു നിർത്തിയിരുന്നത് ഇതിന്റെ 3ാമത്തെ ഭാഗം നമ്മൾ തുടങ്ങി. അതായത് ഒന്നാമത്തേതിൽ എന്താണ് ഈമാൻ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അടുത്തത് ഈമാൻ എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് 2ാമത്തെ പ്രശ്നത്തിൽ ചർച്ച ചെയ്തു. 3ാമത്തേതിലേക്ക് നാം കടന്നിരുന്നു. ഈമാൻ കൊണ്ടുള്ള സമറത്തുകൾ, ഈമാൻ കൊണ്ടൊരുത്തൻ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം പറഞ്ഞത്. അത് കഴിഞ്ഞ തരത്തിൽ അവസാനമായി പറഞ്ഞത് പിന്നെ നാളെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും അതുപോലെ തന്നെ ദുനിയാവിലെ ത്വയ്യിബ, ഏറ്റവും നല്ല ഹയാത്തൻ ത്വയ്യിബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈമാനിന്റെയും അതനുസരിച്ചിട്ടുള്ള അമാലുകളുടെയും നേട്ടമായിട്ട് പറഞ്ഞതാണ് നാം പറഞ്ഞത്. അടുത്തത് ശേഖ് പറയുന്നത് അന്ന ജമീഅ അൽ-അഅമാലി വൽ അഖ്വാലി ഇന്നമാ തസ്ബിഹു വ തഖ്ബുൽ ബിഹസ്ബി മാ യഖൂമു ബിഖൽബി സാഹിബിഹാ മിനൽ ഈമാൻ വൽ ഇഖ്ലാസ്. ഏതൊരു കർമ്മമാവട്ടെ, അമാലാവട്ടെ, അല്ലെങ്കിൽ അഖ്വാൽ സംസാരമാവട്ടെ, എന്ത് പ്രവർത്തനമാണെങ്കിലും അത് ശരിയാകുന്നതും പൂർണ്ണമാകുന്നതും ഒരു അടിമയുടെ കൽബിലുള്ള ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും അളവനുസരിച്ചായിരിക്കും. ഈമാൻ കൊണ്ടുള്ള നേട്ടങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനർഹമായ പ്രതിഫലം നൽകുക എന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ പറയുന്നത് കാണാം. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه. فمن يعمل من الصالحات وهو مؤمن. ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് മുഅ്മിനായിക്കൊണ്ട്, ഫലാ കുഫ്റാന ലിസഈഹി, അവന്റെ ആ കർമ്മങ്ങൾ ഒരിക്കലും നിരാകരിക്കപ്പെടില്ല, അതൊരിക്കലും നഷ്ടമാകില്ല. അവന്റെ കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകും. അതായത് ഒരാൾക്ക് യഥാർത്ഥ ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, അവന്റെ ഈമാനിന്റെ അളവനുസരിച്ച് ആ കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലങ്ങളും കൊടുക്കും. ശബ്ദാണ് കുറച്ചിട്ടുള്ളത്, ശബ്ദാണ് കുറച്ചത്. എക്കോ ഉണ്ടായിരിക്കില്ല, അറിയോ? അടുത്ത ഒരായത്ത് ചെയ്തു കൊടുക്കുന്നത് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആരാണോ പരലോകം ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഈമാനോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മം ചെയ്യുന്നത്, അവൻ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള ആശയത്തിൽ വേറെയും ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈമാനിന്റെ നേട്ടമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് ഈമാനിന്റെ ശക്തി അനുസരിച്ച് അതിന്റെ പ്രതിഫലത്തിന്റെ അളവ് വർദ്ധിക്കുമെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കർമ്മം ശരിയാവാൻ തന്നെ യഥാർത്ഥ ഈമാൻ വേണം. തൗഹീദില്ലാതെ, ഇഖ്ലാസ് ഇല്ലാതെ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അല്ലാഹു തആല പറഞ്ഞു വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. എത്ര അമൽ ചെയ്താലും, എത്രത്തോളം ഒരാൾ കർമ്മം ചെയ്താലും അത് തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും അടിസ്ഥാനത്തിൽ അല്ല എങ്കിൽ അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല.
നാളെ പരലോകത്ത് ഒരു പ്രതിഫലവും അവന് ലഭിക്കില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അവന്റെ റസൂലിലും, അതായത് അള്ളാഹുവിൽ ഇഖ്ലാസ് ഉള്ളതിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടുമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അല്ലാഹു തആല പറയുന്ന ഏറ്റവും നാശം സംഭവിച്ച കർമ്മങ്ങളെ പറ്റി അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ചില ആളുകൾ അവര് വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് സൽക്കർമ്മങ്ങളാണ് എന്ന് വെച്ച് ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടും, അവർ നല്ലതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് അതിൽ നിന്ന് ഒന്നും ലഭിക്കില്ല, അത് വഴികേടായിരിക്കും. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അവർക്ക് യാതൊരുവിധ പ്രതിഫലവും ഈ കർമ്മങ്ങൾക്ക് നാളെ പരലോകത്തിൽ ലഭിക്കില്ല. അപ്പൊ നമ്മൾ ഈമാൻ ശക്തമാണെങ്കിൽ, ഈമാനിൽ വളർച്ചയുണ്ടെങ്കിൽ, നാം ചെയ്യുന്ന ചെറിയ കർമ്മമാണെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായിട്ട് നൽകുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ ഈമാൻ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കു ചേർത്തുകൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുന്നെങ്കിലോ ആ അമല് സ്വീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലാഹു തആല പറയാണ്, നബിയെ താങ്കളെങ്ങാനും പങ്കു ചേർത്താൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എന്തെങ്കിലും രീതിയിൽ ശിർക്ക് ആർക്ക് സംഭവിച്ചാലും അവന്റെ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, അത് നഷ്ടപ്പെട്ടു. വലൗ അശ്റകൂ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ആ പ്രവാചകന്മാരെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്തിരുന്നെങ്കിൽ അവരുടെ എല്ലാം കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ ഈമാൻ എന്നുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും ഇരട്ടി പ്രതിഫലം നൽകാനും കാരണമാകും. ഇനി ഒരാൾ ഒരു മുശ്രിക്കായി ജീവിച്ചു, അയാൾ തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിലേക്ക് വന്നാൽ അയാളുടെ പാപങ്ങളെല്ലാം മായിച്ച് അത് നന്മയാക്കി മാറ്റിക്കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട്. അതുപോലെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ഈമാനിന്റെ നേട്ടങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നുള്ളത്. അടുത്തതായി ശേഖ് പറയുന്നത്, അന്ന സാഹിബൽ ഈമാൻ യഹ്ദിയഹു അല്ലാഹു ഇലാ സിറാത്തിൽ മുസ്തഖീം. ഈമാനുള്ള ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും, നേരായ പാതയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. ആരാണോ യഥാർത്ഥ ഈമാനുള്ളത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അവന്റെ ഈമാനിന്റെ അളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്ത് നൽകുന്നതാണ്. ഹിദായത്തിന്റെ ഇനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഹിദായത്തിന് ഒരു പരിധിയില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഒരുത്തൻ അവന്റെ ഈമാന് കൊണ്ടും അമല് കൊണ്ടും തഖ്വ കൊണ്ടെല്ലാം ഹിദായത്തിന്റെ ഒരു ദർജയിലെത്തിയാൽ അതിനേക്കാൾ ഉന്നതമായ ദർജ ഉണ്ടാവും. അവൻ കൂടുതൽ ചെയ്ത് ആ ദർജയിലെത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഉന്നതമായിട്ടുണ്ടാവും. അത് ഉന്നതമായതിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും ഈമാനും അമലും അനുസരിച്ച്. ഹിദായത്ത് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ഒരു ദർജയാണ്, അതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൂടുതൽ നയിക്കും. എന്നിട്ട് ശേഖ് അടുത്തൊരായത്ത് കൊടുക്കുകയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു. ഒരു മുസീബത്ത് നമുക്ക് ബാധിക്കുന്ന എന്തൊരു കാര്യവും അത് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി അല്ലാതെ ബാധിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അവന്റെ ഖൽബിനെ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കും. അത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് സലഫുകൾ പറഞ്ഞത് കാണാം, ഹുവ റജുലു തുസീബുഹുൽ മുസീബ ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹി ഫയർവാ യുസല്ലിം. ഒരുത്തന് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കും. ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരുത്തന് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കും, പക്ഷെ അവന് ബോധ്യപ്പെടും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമാണ്, ഇത് അല്ലാഹു തആല തീരുമാനിച്ചതാണ്. അതുകൊണ്ട് അവൻ ആ വിധിയിൽ തൃപ്തിപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ കീഴൊതുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരുത്തന്റെ ഈമാൻ
പിന്നെ ഈമാൻ എത്രത്തോളം ഉറക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൂടുതൽ കൂടുതൽ ഹിദായത്ത് നൽകും. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ വിഷയത്തിൽ ഇൽമ് നേടിക്കൊണ്ടും അഅ്മാലുകളിൽ സ്വബർ പാലിച്ചുകൊണ്ടും നമ്മൾ സ്ഥിരത കൈവരിക്കണം. എന്നാൽ കൂടുതൽ കൂടുതൽ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഈ അടുത്തതായി ശേഖ് പറയുന്ന കാര്യമാണ്, ഇതൊന്നുമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈമാനിന്റെ വിഭവമായിട്ടില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം ഒഴികെ ആണെങ്കിൽ എന്നിട്ട് ആ കാര്യം പറയാണ്, ഒരുത്തൻ അവന് ബാധിക്കുന്ന മുസീബത്തുകളിലും അവന് ബാധിക്കുന്ന എല്ലാവിധ ദോഷങ്ങളിലും ഏറ്റവും നല്ല അവസ്ഥയിൽ ഉണ്ടാവുക, ഏറ്റവും നല്ല സമാധാനപരമായി തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാവുക എന്നുള്ളത് ഈമാനിന്റെ മഹത്തരമായ ഒരു സമർത്ഥമാണ്. ഒരുത്തന്റെ ഈമാൻ എത്രത്തോളം ശക്തമാണെന്ന് ബോധ്യപ്പെടുന്ന സമയം അവന്റെ പരീക്ഷണ ഘട്ടത്തിലാണ്. നമുക്ക് ഈമാൻ പറയാം, അല്ലെങ്കിൽ ഈമാനിന്റെ ആളുകളാണെന്ന് പറയാം, അല്ലെങ്കിൽ മറ്റു പലതും ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ പാപങ്ങൾ കൊണ്ടുള്ള പരീക്ഷണമാകാം, അല്ലെങ്കിൽ മുസീബത്തുകൾ കൊണ്ടുള്ള പരീക്ഷണമാവാം, എന്ത് പരീക്ഷണമാവാം. ആ പരീക്ഷണ സമയത്ത് അവനെടുക്കുന്ന നിലപാടാണ് അവന്റെ ഈമാനിന്റെ അളവ് വ്യക്തമാകുന്നത്. അപ്പൊ ഒരു പരീക്ഷണം വരുന്ന സമയത്ത് അവനതിൽ ക്ഷമ അവലംബിക്കാൻ, ഒരു മുസീബത്ത് ബാധിക്കുന്ന സമയത്ത് അതിൽ റാഹത്ത് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയാണ് എന്ന് ശേഖ് പറയാണ്. ഒരുത്തനെ എന്തെങ്കിലും ബാധിക്കുമ്പോ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന മാധുര്യം ആ ക്ഷമ അവലംബിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ എത്രയോ മഹത്തരമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇൻ തകൂനു تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون. ഈ ഹദീസിന്റെ സമയത്തും അല്ലെങ്കിൽ മറ്റു പല സമയങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിച്ചപ്പോ അവർക്ക് ഒരു വിഷമം ഉണ്ടാവുന്ന സമയത്ത് പിന്നെ അല്ലാഹു തആല പറയാണ്, അവർക്ക്, അതായത് ശത്രുക്കൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ബാധിച്ച പോലെ അവർക്ക് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ശത്രുക്കളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് അല്ലെങ്കിൽ കുഫാറുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. ഒരു ബുദ്ധിമുട്ട് ബാധിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് ബാധിച്ചു, അയാൾക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല, അയാൾ കാഫിറായി ജീവിക്കുന്ന ആൾ, ഒരു മുഅ്മിന് അതേപോലെ ഒരു ബുദ്ധിമുട്ട് ഇയാൾക്ക് ബാധിച്ചു. ഈ രണ്ടെണ്ണത്തിൽ ഈ മുഅ്മിനിന്റെ അവസ്ഥ എന്താണ്? കാഫിറിന് അല്ലാഹുവിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ നമുക്കറിയാം, അപ്പോ പലവിധ ബുദ്ധിമുട്ടുകൾ ബാധിച്ച്, ഇപ്പൊ വെള്ളപ്പൊക്കമാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു പലതും ബാധിച്ച്, രോഗം ബാധിച്ചിട്ടും എന്തെങ്കിലും ആളുകൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ, അവർക്കൊരു മുസീബത്ത് ബാധിക്കുമ്പോ കാഫിറിന്റെയും മുഅ്മിനിന്റെയും അവസ്ഥ രണ്ടാണ്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ നിരാശയാണ്. എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈമാനിന്റെ ദുർബലതയുള്ള ആളുകൾ, കുഫാറുകൾ ആത്മഹത്യ ചെയ്ത് നഷ്ടമാണ് എന്നുള്ള നിലയ്ക്ക്. എന്നാൽ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെ നഷ്ടം സംഭവിച്ചാലും അവർ ഈ ഈമാനുള്ളവരുടെ ലാഭം പറഞ്ഞാൽ എന്താണ്? തർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. അവർ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് വലിയൊരു കാര്യമാണ്, അല്ലാഹുവിനുള്ള റജാ എന്നുള്ളത്. അപ്പൊ എന്തൊരു മുസീബത്ത് ബാധിക്കുമ്പോഴും മറ്റുള്ളവനെ പോലെയല്ല ഒരു ഈമാനുള്ളവന്റെ അവസ്ഥ. അവൻ അതിൽ ഏറ്റവും നല്ല സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ജീവിതത്തിൽ നമുക്കൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പലതിനെയും നഷ്ടപ്പെടുന്ന അവസ്ഥ. ശേഖ് പറയാണ്, ഒരുത്തന്റെ കുടുംബം അല്ലെങ്കിൽ മക്കൾ, സമ്പത്ത്, കൂട്ടുകാരൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് നഷ്ടമാണെങ്കിലും വൽ ഈമാനു ഖൈറുൻ, ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കാളെല്ലാം ഈമാനാണ് ഖൈറായത്. അവ്വലിൽ മുഅ്മിനി അൻ കുല്ലി മഖ്ബൂൽ, അവന് നഷ്ടപ്പെട്ട എന്ത് കാര്യത്തിനേക്കാളും പകരമായിട്ട് ഈമാൻ അവന് നിൽക്കും. എന്ത് നഷ്ടപ്പെട്ടാലും ഈമാൻ അതിന് പകരമായിട്ട് അവിടെ നിൽക്കും. ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും യഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുകയാണ്. യഖൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അതിയായ സ്നേഹമായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ അടുക്കൽ നിന്ന് വിട്ടുപോകുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ ബാക്കിയുള്ള സഹോദരന്മാര് കളിക്കാനും മറ്റുമായിട്ട് ഞങ്ങളുടെ കൂടെ വിടണമെന്ന് പറയുമ്പോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ എന്താണ്? നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കും. കാരണം പിരിഞ്ഞു പോകുന്നത് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അത്ര വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാരണം ഉണ്ടായിട്ട് കൂടി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ അത് പറഞ്ഞയക്കാനുള്ള തോന്നലുണ്ടാക്കി. ഷേഖ് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹു തആല അത് നടപ്പിലാക്കുന്നതാണ്.
എന്നിട്ട് ശേഖ് പറയാണ്, ഇവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മുമ്പ് സൂറത്ത് യൂസുഫിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം നഷ്ടപ്പെട്ടിട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റജാഉം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തവക്കുലും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അവസാനത്തിൽ സംഭവിച്ചു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് നഷ്ടം നമുക്ക് വന്നാലും ഈമാൻ കൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ്. നാം കെട്ടിയുണ്ടാക്കിയ എത്ര വലിയ സമ്പത്താണെങ്കിലും, നമ്മുടെ സന്താനങ്ങളാണെങ്കിലും, നമ്മുടെ കുടുംബമാണെങ്കിലും, നമ്മുടെ ആരോഗ്യമാണെങ്കിലും, എന്താണെങ്കിലും ഈമാൻ കൊണ്ട് അതിന് പകരം വെക്കുക എന്നുള്ളതാണ്. അത് ഈമാനിന്റെ വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ ശേഖ് അടുത്തതായിട്ടൊരു സംഭവം പറയുന്നത് ഉമ്മു മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനോഹരമായി വിവരിച്ചു തരുന്നുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാം ആ ഒഴുക്കിവിട്ട സമയത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ ആ ഉമ്മാന്റെ വേദന, ആ ഉമ്മ വേദനിച്ച് കണ്ണ് കരഞ്ഞ് ആകെ ദുർബലയായി പോകുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് അറിയിച്ചു കൊടുത്തു, നീ വിഷമിക്കണ്ട, നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അതൊരിക്കലും തെറ്റില്ല എന്നുള്ളത്. ആ ഉമ്മ ആ വിശ്വാസം അവിടെ തെളിയിച്ചു, അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചു, അള്ളാഹുവിന് തവക്കുൽ ചെയ്തു. അതിന്റെ അവസാനം ഏറ്റവും നല്ല രീതിയിലായി. ഇതിനെല്ലാം ചിന്തിക്കുന്നവർക്ക് വലിയ പാഠങ്ങളുണ്ട് സഹോദരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനാണ് പരീക്ഷിക്കുന്നത്. നമ്മുടെ ഈമാനിൽ ഇതുകൊണ്ടോ അതോ നാവ് കൊണ്ട് പറയുന്ന വെറും കദിബ് നിറഞ്ഞ ഈമാനാണോ എന്നുള്ളത്. ഇവിടെ ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ ഈമാനിന് വേണ്ടി എന്തിനെയെല്ലാം നഷ്ടപ്പെടുത്തിയാലും, എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാലും അതൊരിക്കലും നമുക്ക് നഷ്ടമായി മാറുകയില്ല. അതിന് ചെയ്തു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു വസിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിം അഹ്മദിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള, തിർമിദിയിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫുക ഫിശ്ശിദ്ദ. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ നീ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നവനായാൽ, അള്ളാഹുവിനെ ഓർക്കുന്നവനായാൽ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ അനുസരിക്കുന്നവനായാൽ, നിന്റെ ശിദ്ദത്തിന്റെ സമയത്ത്, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെയും ഓർക്കുന്നതാവും, നിന്നോടൊപ്പം ഉണ്ടാകും. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന, ഞെരുക്കുണ്ടാവുന്ന സമയം എപ്പോഴാണെന്നറിയോ? അവന്റെ മരണസമയത്തായിരിക്കും. പിശാച് ഒരു മനുഷ്യന്റെ മേലെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുക മരണസമയത്തായിരുന്നു. തൽബീസ് ഇബ്ലീസിൽ ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് കൊടുത്തുള്ള ഒരു അഖദ് നമുക്ക് കാണാം. പിശാച്, പിന്നെ ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയും, അതായത് ഓരോ മനുഷ്യന്റെ ഒക്കെയുള്ള പിശാചിനോട് മറ്റേ പിശാച് പറയും, മരണസമയത്ത് നീ അവനെ ഇപ്പൊ പഴപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് അവനെ കിട്ടില്ല, ഇപ്പൊ നീ അവനെ പഴപ്പിച്ചില്ല എങ്കിൽ പിന്നെ നിനക്ക് അവനെ അതിന് അവസരം കിട്ടില്ല, അതുകൊണ്ട് നീ ഇപ്പൊ പരമാവധി ശ്രമിക്കുക. മരണസമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക. അപ്പൊ ആ സമയത്ത്, ആ ശിദ്ദത്തിന്റെ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം വേണമെങ്കിൽ, സംരക്ഷണം വേണമെങ്കിൽ, നമുക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത്, കഴിവുള്ള സമയത്ത്, ഏറ്റവും നല്ല സുഖസൗകര്യങ്ങളിൽ നാം ഉള്ളപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ ചെയ്യുന്നതാവണം, അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ദുനിയാവിൽ ഈ രീതിയിൽ ഏറ്റവും നല്ല ഖൈർ അവനുണ്ടാകും. അതേപോലെ തന്നെ പരലോകത്തെ ശിദ്ദത്തുകളിൽ, പരലോകത്ത് ഞെരുക്കം അനുഭവിക്കുന്ന ആ സമയങ്ങളിൽ ഏറ്റവും നല്ല അവസ്ഥ നമുക്ക് ലഭിക്കും. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂറുൽ ഇഖ്തിബാസ് എന്ന ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ചില വാക്കുകൾ കാണാം. فمن أطاع الله واتقى وحفظ حدوده في حياته, ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ ഹദ്ദുകൾ, പരിധികൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നത്, തവല്ലാഹു അല്ലാഹു ഇൻദ വഫാതി വതവഫാഹു അൽ ഈമാനി വസബ്ബതഹു ബിൽ ഖൗലി സാബിത് ബിൽ ഖബ്രി ഇൻദ സുആലിൽ മലക്കൈൻ. അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും അവന്റെ മരണസമയത്ത്. അതുപോലെ ഖബറിൽ മലക്കുകൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവനെ ഉറപ്പിച്ചു നിർത്തും. ഖബറിലെ ശിക്ഷയിൽ അവനെ സംരക്ഷിക്കും. അവൻ അനുഭവിക്കുന്ന ഇരുട്ടിലും ഒറ്റപ്പെടലുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകുന്ന അവസ്ഥയുണ്ടാകും. ഇതിനെതിരായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അതുപോലെയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത്, ഏറ്റവും
നല്ല രീതിയിൽ നമ്മളുള്ള സമയത്ത് കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, ശിദ്ദത്തിന്റെ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു സംരക്ഷിക്കുന്നതാണ്. ഈമാനിന്റെ നേട്ടങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്തൊരു മുസീബത്ത് ബാധിക്കുമ്പോഴും ഈമാൻ കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുമെന്നുള്ളത്. അടുത്തതായി ശൈഖ് കൊടുക്കുകയാണ്, ഇനി ഒരാഴ്ച കൊടുത്തിട്ട് പറയാൻ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുർ റഹ്മാനു വുദ്ദാ. ഈമാനിന്റെയും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളുടെയും നേട്ടമായി ശൈഖ് പറയാണ്. ഈ ആഴ്ച കൊടുക്കാണ് സൂറത്ത് മറിയമിലെ ഇന്നല്ലദീന ആമനു, ആരാണോ ഈമാനുള്ളവരാണ്, വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, സയജ്അലു ലഹുർ റഹ്മാനു വുദ്ദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വുദ്ദുണ്ടാക്കി കൊടുക്കും. കളങ്കമില്ലാത്ത സ്നേഹം, അതാണ് വുദ് എന്ന് പറയും. ഒരു കളങ്കമില്ലാത്ത സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിന്റെ ബാക്കിയായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു അടിമയെ ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിച്ചു പറയും, എനിക്ക് ഇന്ന അടിമയെ ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തുള്ള കോടിക്കണക്കിന് മലക്കുകളെ വിളിച്ചിട്ട് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇന്നാലിന്ന ആളെ ഇഷ്ടമായിട്ടുണ്ട്. ആ പറയുന്ന ആളുടെ പേര് പറയുന്ന, ആ ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടണം. അങ്ങനെ മലായിക്കത്തുകളെല്ലാം അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ആ ഇഷ്ടത്തെ ഇറക്കും. അള്ളാഹുവിന്റെ അടിമകളിൽ നല്ല കൽബുള്ള ആളുകൾക്കെല്ലാം ഈ വ്യക്തിയോട്, അള്ളാഹു ഇഷ്ടപ്പെട്ടവനോട് ഇഷ്ടമുണ്ടാക്കി കൊടുക്കും. ആളുകളെല്ലാം അവനെ സ്നേഹിക്കുന്ന, എത്രത്തോളം എന്ന് വെച്ചാൽ ജന്തുജീവജാലങ്ങൾ പോലും അവനോട് ഹുബ്ബുണ്ടാകുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കും. സഹോദര, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമാണ് നമുക്ക് ഏറ്റവും വലുത്. ഇവിടെ പറയുന്നത് ഈമാനും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടാക്കി കൊടുക്കും? എല്ലാ സൃഷ്ടികളിലും അള്ളാഹുവിന്റെ ഏറ്റവും നല്ല കൽബുള്ള അടിമകളിലെല്ലാം, മനുഷ്യന്മാരിലെല്ലാം, അതുപോലെ മറ്റുള്ള സൃഷ്ടികളെല്ലാം ഇവനോടുള്ള ഹുബ്ബുണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ശൈഖ് പറയാണ്, അഇമ്മത്ത്, ഇമാമത്ത്, ദീനിന്റെ നേതൃത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുക ഈമാനുള്ള ആളുകൾക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജ്ദയിൽ പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. വജഅൽനാ മിൻഹും, അവരിൽ നിന്ന് നാം ആക്കി, അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, ഇമാമുമാരെ, നേതാക്കളെ, നമ്മുടെ കൽപ്പന പ്രകാരം ഹിദായത്ത് വഴി കാണിക്കുന്നവരെ, ലമ്മാ സബറൂ, എന്താണ് കാരണം? അവർ സബർ കാണിച്ചു. അതുപോലെ തന്നെ വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ യഖീനുള്ളവരായിരുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതുപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞ വാക്ക് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ദീനിന്റെ ഇമാമത്ത് നൽകപ്പെടുന്നത്, അല്ലെങ്കിൽ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥ, അത് ഈ രണ്ട് കാര്യങ്ങളാണ്, യഖീനും സബറുമാണ്. നമുക്കറിയാം, പിശാചിന് മനുഷ്യന്റെ മേലെയുള്ള രണ്ടായുധം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കുന്ന രണ്ട് വഴികൾ, ഒന്ന് ശുബ്ഹത്താണ്, രണ്ട് ശഹ്വത്താണ്, ഖൽബിനെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾ. ഇവിടെ ശുബ്ഹത്തിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെടണമെങ്കിൽ അവന് വേണ്ടത് ഇൽമുൽ യഖീനാണ്. അവൻ അള്ളാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ദീനിനെ കുറിച്ചും ദലീലുകളുടെ അടിസ്ഥാനത്തിലുള്ള ഇൽമും അതിൽ യഖീനും ഉണ്ടാകും. അതേസമയം ശഹ്വത്തുകളിൽ നിന്ന് ഒരുത്തൻ സുരക്ഷിതമാവാൻ അവനുണ്ടാവേണ്ടത് അമലിൽ സ്വബറാണ്. അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ സ്വബർ പാലിക്കണം, ദുഷ്കർമ്മങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള സ്വബറും അവനുണ്ടാകണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പരീക്ഷണ ഘട്ടത്തിൽ ഒരുത്തനുണ്ടായാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമത്ത് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഈമാനിന്റെ ഉന്നതമായ കാര്യമാണ് യഖീനും സബറും. അപ്പൊ ഈമാൻ കൊണ്ട് ദീനിലെ ഇമാമത്ത് ലഭിക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം ശൈഖ് പറയുന്നത്, ഈ ആയത്ത് സൂറത്ത് മുജാദിലയിൽ ആയത്ത് കൊടുത്തിട്ട്, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജകൾ ഉയർത്തും. ഈമാനുള്ളവരെയും ആ ഈമാനിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഇൽമുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജകൾ ഉയർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ കൊണ്ടുള്ള നേട്ടങ്ങളിൽപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം നാം ചിന്തിക്കുകയും അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും വേണം. അടുത്തതായി ശൈഖ് പറയുന്നത്, ഹുസൂൽ ബശാറത്ത് ബികറാമത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്റാം ചെയ്യുന്നവരാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കൊടുക്കുന്നവരാണ് ഈമാനുള്ള ആളുകൾ. എത്രയോ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹു തആല പറഞ്ഞു, വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. എല്ലാ ഖൈറും ഈമാനിന്റെ അടിസ്ഥാനം കൊണ്ടാണ്. എല്ലാ ശർറും ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനാണ് വിലപ്പെട്ടത്. ഈമാനിനേക്കാൾ വേറെ ഒന്നുമില്ല. ദുനിയാവിൽ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമോ അതിനെല്ലാം കഠിനമായി പരിശ്രമിക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. ഇത് ചെയ്തു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തുകളിൽ പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈമാനുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. അവർക്കുണ്ട് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ കാണാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണോ ഈമാനുള്ളവരാകുന്നത്, അതിൽ ശിർക്കിന്റെ ഒരു ഇനവും പങ്കു ചേർക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്, അവർക്ക് അല്ലാഹു തആല അംന്, നിർഭയത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹുദ, നേർമാർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, ഫമൻ ആമന വസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണോ ഈമാനുള്ളവരാകുന്നത്, അവൻ ഏറ്റവും നല്ല രീതിയിൽ അത് കാത്തു സംരക്ഷിക്കുന്നത്, അവന് ഭയമുണ്ടാക്കില്ല. ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗഫ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പേടി. ഹിസ്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത്, മുൻകാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ദുഃഖം. ഈ രണ്ട് കാര്യത്തിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും. അതുകൊണ്ട് ഈമാനുള്ളവനാണ് ദുനിയാവിലും പരലോകത്തിലും പൂർണ്ണമായ നിർഭയത്വം ഉണ്ടാവുക എന്ന് ശേഖ് പറയാൻ എത്ര ആഴ്ചകൾ കൊണ്ട് ശേഖ് കൊടുക്കുന്നുണ്ട്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. സന്തോഷ വാർത്ത ഉള്ളത് ദുനിയാവിലും പരലോകത്തിലുമുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരായത്ത്, മരണസമയത്ത് ഈമാനുള്ളവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സമാധാനം. മരണസമയത്ത് ആകെ വെപ്രാളത്തിന്റെ സമയമാണ് മരണം എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയും ദുഃഖവും എല്ലാം ഉണ്ടാകുന്ന സമയമാണ് മരണം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ആരാണോ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതും പിന്നെ ആ നേരായ ചൊവ്വായ രീതിയിൽ അതിൽ നിലനിൽക്കുകയും ചെയ്തത്, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. അവരിലേക്ക് മലക്കുകൾ ഇറങ്ങും മരണസമയത്ത്. അവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. നമ്മൾ ആലോചിച്ച് നോക്കി, മരണസമയത്ത് ഒരാള് ആര് സാന്ത്വനിപ്പിച്ചാൽ നമുക്ക് മതിയാവില്ല. കാരണം നാം രണ്ട് ലോകത്തിന്റെ നടുവിലാവും മരണം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ദുനിയാവിന്റെ ലോകത്തായിരിക്കും, നാം പരലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട് അയിനുൽ യഖീനായ അവസ്ഥയിലായിരിക്കും. ഈ അവസ്ഥയിൽ ദുനിയാവിന്റെ ആളുകൾ എത്ര സമാധാനിപ്പിച്ചാലും നമുക്ക് സമാധാനമാവില്ല. കാരണം അവർക്ക് ഈ അവസ്ഥ അറിയില്ല. പരലോകത്തിന്റെ ആളുകളോ അവര് നമുക്ക് കാണാൻ എത്തിയിട്ടുമില്ല. ആ സമയത്ത് മലായിക്കത്തുകൾ ഇറങ്ങി വന്ന്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ കാത്തു സൂക്ഷിച്ച ഈ ഈമാൻ കാരണം കൊണ്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് മലക്കുകൾ പറയും, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളെ ഔലിയാക്കളാണ്, നിങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. പല ദോഷങ്ങളെയും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്, നമുക്കറിയില്ല. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു തന്നിട്ടുണ്ട്. മലക്കുകൾ നമ്മളെ സംരക്ഷിക്കാനുള്ളത്, നമുക്ക് കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്നത്, അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പറയാൻ, വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറും റഹീമുമായ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്ത് തന്നെ ആഴത്തിൽ ആലോചിച്ചാൽ ഈമാനിന് വേണ്ടി എന്ത് ചെയ്യാനും നാം തയ്യാറാവും. കാരണം ആ മരണസമയത്ത് ഏറ്റവും നല്ല സമാധാനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള കഴിവ്, ആ നൂറ്, അത് ഈമാനോട് കിട്ടും. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിൻ റഹ്മതിഹി ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. يا ايها الذين امنوا ايمان ഉള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് രണ്ട് ഓഹരി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരു നൂർ, ഒരു പ്രകാശം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞു.
അതുപോലെ തന്നെ നാളെ പരലോകത്ത് ഈ പ്രകാശം ലഭിക്കും. നാളെ പരലോകത്ത് ആളുകളെല്ലാം ഇരുട്ടിലാകുന്ന സമയത്ത് ഈമാനുള്ളത് കൊണ്ട് മാത്രം ആ പ്രകാശം ലഭിക്കുന്ന അവസ്ഥ അല്ലാഹു തആല പറഞ്ഞു. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം വബിഅയ്മാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അളീം. മുനാഫിഖുകളും കുഫാറുകളും എല്ലാം ഇരുട്ടിലാകുന്ന സമയത്ത് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവര് പ്രകാശം കൊണ്ട് അവരുടെ വലതുഭാഗത്തും അവരുടെ താഴ്ഭാഗത്തും അവരുടെ എല്ലാം പ്രകാശം കൊണ്ട് അവർ വരുന്ന അവസ്ഥയുണ്ടാവും നാളെ പരലോകത്ത്. ഇതെല്ലാം ഈമാനിന്റെ നേട്ടങ്ങളാണ്. നമ്മൾ ഈമാനിന് വേണ്ടി എന്ത് പരിശ്രമം ചെയ്താലും അത് നഷ്ടം സംഭവിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ആഴ്ചയൊക്കെ പറയുന്നത് ഈമാൻ മഗ്ഫിറത്തിന് കാരണമാകും, പാപമോചനത്തിന് കാരണമാകുമെന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വിഷയമാണ് ഈമാനിന്റെ സമർത്ഥകളിൽപ്പെട്ടതാണ് ഹുസൂലുൽ ഫലാഹ്, വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത്. ദുനിയാവിലും പരലോകത്തിനുമുള്ള വിജയം ഒരുത്തിന് ഇതുകൊണ്ട് ലഭിക്കുമെന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരുടെ ലക്ഷണങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഗൈബിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം, നമസ്കാരം നിർവഹിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ എന്നെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ കൂട്ടരാണ്, ആ ഈമാൻ യഥാർത്ഥത്തിൽ തെളിയിച്ചിട്ടുള്ള ആളുകളാണ് നേരായ മാർഗത്തിലുള്ളത്, അവർ തന്നെയാണ് വിജയികൾ എന്നുള്ളതും. അപ്പൊ ഹുദ അൽ ഫലാഹ് എന്നുള്ളത് രണ്ട് കാര്യങ്ങൾ. ദുനിയാവിലും പരലോകത്തും നമുക്ക് ഏറ്റവും നല്ല സന്തോഷവും വിജയം നൽകുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഈമാൻ കൊണ്ടാണ് ഓരോരുത്തരും നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ഈമാൻ കൊണ്ടുള്ള നേട്ടങ്ങൾപ്പെട്ടതാണ് നമുക്ക് ഹുദ ലഭിക്കും, അതുപോലെ തന്നെ ഫലാഹ് ഉണ്ടാകുമെന്നുള്ളത്. അടുത്തൊരു സമർത്ഥമായ ശേഖ് പറയുകയാണ് അൽ-ഇന്തിഫാഉ ബിൽ മവാഇദ് വത്തദ്കീർ വൽ ആയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്തുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങളും അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകളും എല്ലാം ഉപകരിക്കുക എന്നുള്ളത് ഈമാനുള്ളവരായിരിക്കും. ഈമാൻ ഖൽബിലുള്ളവർക്കാണ് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിച്ചാൽ അല്ലെങ്കിൽ പരലോകത്തെയും അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അത് ഉപകാരപ്പെടുന്നത് ഈമാനുള്ളവരായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഓർമ്മപ്പെടുത്തുക, ആ ദിക്ർ ഉപകാരപ്പെടുന്നത് ഈമാനുള്ളവരായിരിക്കും. ഇന്ന ഫീ ദാലിക ലആയാതൻ ലിൽ മുഅ്മിനീൻ. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതെല്ലാം മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, നമുക്ക് ഈമാനിന്റെ ആ അംശമുണ്ടെങ്കിൽ, യഥാർത്ഥ ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ, നമ്മൾ ഏതെല്ലാം ശുഭത്തിലെയും ശഹവത്തിലെയും നടുവിലാണെങ്കിലും നമ്മളൊരു ഉപദേശം കേട്ടാൽ ദീനിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ചില ആളുകളുണ്ടാവും, അവൻ ഈമാനുള്ളവനായിരിക്കും, പക്ഷെ അവൻ ഒരുപാട് പാപങ്ങളിൽ മുഴുകി പോകുന്നുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് വന്നാൽ അവന് ആ സദസ്സിലുള്ള തദ്കീറുകൾ, അതിലുള്ള ഉപദേശങ്ങൾ, ആ അല്ലാഹുവിന്റെ ആയത്തുകൾ, ഹദീസുകൾ കേട്ടാൽ അവന് പെട്ടെന്ന് എന്ത് ചെയ്യും, മാറാനുള്ള തോന്നലുണ്ടാവും. കാരണം എന്താണ്? അവന്റെ കൽബിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ചില ആളുകളുണ്ടാവും നിഫാഖുള്ളവർ, ഈമാൻ ഇല്ലാത്തവർ, എത്ര ഉപദേശം കേട്ടാലും എത്ര ആയത്തുകൾ കേട്ടാലും അവർക്ക് യാതൊരു കൂസലും ഉണ്ടാവില്ല, യാതൊരു രീതിയിലും അവർക്കത് ഹൃദയത്തിൽ തട്ടില്ല. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞ അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇൽമിന്റെ ഒരു മജ്ലിസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ പോയിരിക്കുക. ഒരാൾ വീട്ടിൽ നിന്ന് പാപം ചെയ്തിട്ട് ഇറങ്ങിയതായിരിക്കും, പക്ഷേ അവനൊരു ഇൽമിന്റെ സദസ്സിലെത്തിയിട്ടുണ്ടാവും, അവൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കൽബിലുണ്ടാകും, അവൻ പശ്ചാത്തപിക്കും, അവൻ തിരിച്ചു മടങ്ങുന്നത് ഒരു പാപവും ഇല്ലാത്തവനായിട്ടായിരിക്കും. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകളിൽ ഈ ഉപദേശങ്ങൾ ഉപകരിക്കണമെങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാകണം. ഈമാനുള്ളവർക്ക് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ആ കാര്യം ശൈഖ് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത് പറയുകയാണ് അന്നൽ ഈമാന യഹ്മിലു സാഹിബഹു അല ശുക്രി ഫി ഹാലത്തി ദർറാ വസ്സബ്രി ഫി ഹാലത്തി ദർറാ വകസ്ബിൽ ഖൈരി ഫി കുല്ലി ഔഖാതിഹി. ഒരു ഈമാനിന്റെ ആൾക്കാണ് അവന് സന്തോഷമുള്ള സമയത്ത് നന്ദി കാണിക്കാനും അവന് മുസീബത്ത് ബാധിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ക്ഷമിക്കാനും സാധിക്കുക എന്നുള്ളത്. മനോഹരമായ ഹദീസുകളിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഓരോ മുഅ്മിനും നല്ല ആലോചിക്കേണ്ട ഒരു ഹദീസാണ്. കാരണം ഈമാനിന്റെ ആ ഒരു ബാലൻസ് എന്ന് പറയില്ലേ, ഈമാൻ കൃത്യമായി നിലനിർത്തി കൊണ്ടുപോവാൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജബൻ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ അവസ്ഥ, മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണ്.
ഈമാനുള്ളവന്റെ കാര്യം എന്ത് അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ കാര്യങ്ങളെല്ലാം ഖൈറാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ഖൈറാണ്. എന്നിട്ട് പറയാണ് ഇന്ന അസാബത്ഹു സറ ശകറ, അവനെന്തെങ്കിലും നല്ല കാര്യം ബാധിച്ചാൽ, നല്ലത് ലഭിച്ചാൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. വൈന അസാബത്ഹു ളറ സബറ, അവനെന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചാൽ, ദോഷം ബാധിച്ചാൽ അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ, ഇത് മുഅ്മിൻ അല്ലാതെ ഒരാൾക്കും ഉണ്ടാവില്ല. സഹോദരന്മാർ ആലോചിച്ച് നോക്കണം, ഒരു മുഅ്മിനിന് ഏതവസ്ഥയും ഖൈറാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും, ഒരുപാട് പ്രായമുള്ള ആളുകൾ 10, 50, 60 വർഷം ജീവിച്ച ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. സന്തോഷത്തിന്റെ സമയമുണ്ടാകും, ദുഃഖത്തിന്റെ സമയമുണ്ടാകും, പല രീതിയിൽ. എന്നാൽ ഒരുത്തന്റെ ഈമാൻ ഏറ്റവും നല്ല രീതിയിൽ സഹീഹാണെങ്കിൽ അവൻ എല്ലാ സമയവും ഖൈറായ അവസ്ഥയിലായിരിക്കും. അവന് നിഅമത്ത് ലഭിച്ചാൽ നന്ദി കാണിക്കും, അവനെന്തെങ്കിലും പരീക്ഷണം വന്നാൽ അത് ക്ഷമ അവലംബിക്കാനും സാധിക്കും. മുഅ്മിനല്ലാതെ, യഥാർത്ഥ ഈമാനുള്ളവനല്ലാതെ കഴിയില്ല. ശേഖ് അടുത്തൊരു ഹദീസ് കൂടി കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ അദൻ ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ മിൻ ഖതായ. ഒരു മുഅ്മിനിനെ ബാധിക്കുന്നില്ല അവന്റെ ഒരു പേടി, ടെൻഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥ ഖൽബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം അവന് ബാധിക്കുന്നില്ല. ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ മിൻ ഖതായ, അവന്റെ പാപങ്ങളിൽ നിന്ന് പുറത്തു കൊടുക്കാതെ, മായ്ച്ചു കൊടുക്കാതെ ഒരു ബുദ്ധിമുട്ട് അവന് ബാധിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് ശരിക്ക് പറയാണ്, മുഅ്മിനിന്റെ അവസ്ഥ, നിഅമത്തുള്ള സമയത്ത് മുഅ്മിനിന്റെ അവസ്ഥ 2 നിഅമത്തുകളാണ് അവന്. ഒന്നാമത്തേത് നിഅമത്ത് ഹുസൂലി ദാലിക്കൽ മഹ്ബൂബ്, അവൻ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം ലഭിച്ചു എന്നുള്ള നിഅമത്ത്. രണ്ടാമത്തേത് നിഅമത്തു തൗഫീഖ് ലിശ്ശുക്രി അല്ലദീ ഹുവ അഅലാ മിൻ ദാലിക്, ആ നിഅമത്തിനേക്കാൾ വലുതെന്താണ്, ആ നിഅമത്ത് ലഭിച്ചതിന് അല്ലാഹുവിന് നന്ദി കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് നാം ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലഭിച്ചു, അതൊന്നാമത്തെ നിഅമത്ത്. അതിനേക്കാൾ വലുതെന്താണ്, ഇതിന് അല്ലാഹുവിന് നന്ദി കാണിക്കാൻ സാധിച്ചു. ഒരു നിഅമത്ത് ലഭിക്കുമ്പോൾ 2 നിഅമത്തുകളാണ് ഒരുത്തരുണ്ടാകുന്നത്. ഇനി എന്തെങ്കിലും ദോഷം ബാധിച്ചാലോ 3 നിഅമത്തുകളാണ്. ദോഷം ബാധിച്ചാൽ 3 നിഅമത്തുകളാണ്. ഒന്നാമത്തേത് നിഅമത്തു തക്ഫീരി സയ്യിആത്ത്, അവന്റെ പാപങ്ങൾ മായ്ച്ചു കിട്ടുന്നു എന്നുള്ളത്. അതിനേക്കാൾ വലുതായിട്ട് ഒന്നും ഉണ്ടാവില്ല. നാളെ പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ഈ പാപം പുറത്തു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പൊറുക്കപ്പെടാത്ത ആളുകൾ. അപ്പോ ഒന്നാമത്തെ നിയമത്തെ എന്താണ്, ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ അവന്റെ പാപം പുറത്തു കിട്ടുന്നത്. രണ്ടാമത്തേത് നിയമത്തെ ഹുസൂലി മർത്തബത്തി സ്വബ്ർ അല്ലതീ അഅലാ മിൻ ദാലിക്, അതിനേക്കാൾ പാപം പുറത്തു കിട്ടുന്നതിനേക്കാൾ വലിയ നിയമത്താണ് സ്വബ്റിന്റെ മർത്തബയിലെത്തുക എന്നുള്ളത്. ക്ഷമിക്കാൻ സാധിക്കുക, അവന് ബാധിച്ചൊരു കാര്യം ക്ഷമിക്കാൻ പറ്റുന്നു. മൂന്നാമത്തേത് നിയമത്ത് സുഹൂലത്തി അവന് ബാധിച്ച ആ ദോഷം എളുപ്പമാകുന്നു എന്നുള്ളത്. അതായത് ഈ ഈമാന് കൊണ്ടും ഈ സ്വബ്ർ കൊണ്ടും അവന് ബാധിക്കുന്ന ദോഷം എളുപ്പമായി മാറുന്നു. ഈ 3 നിഅമത്തുകളാണ് ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ. ഇതെല്ലാം നാം പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊരു വെറുതെ പോകാനോ അല്ലെങ്കിൽ കാണാതെ ഹിഫ്വാക്കാനുള്ള കാര്യങ്ങളല്ല. ജീവിതത്തിൽ പരീക്ഷണ സമയത്ത് വരുമ്പോ ഇത് തെളിയിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് വിഷയം. ഇത് കേൾക്കാനതിപ്പോ ഇതെല്ലാം ഒരാൾ കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടുപോയി. പക്ഷെ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടത്തിൽ ഇത് വരുമ്പോ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരു പരീക്ഷണം വന്നു. അപ്പോ എനിക്ക് വലിയ നിഅമത്തുകളാണ് ലഭിച്ചിട്ടുള്ളത്. എന്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, ഇത് അള്ളാഹ് എളുപ്പാക്കി തരുന്നുണ്ട്. മറ്റു നിയമത്തിൽ ലഭിക്കുമ്പോൾ, ഇഷ്ടമുള്ള നിയമത്തുകൾ ലഭിക്കുമ്പോ നിറാവ് ബാധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത്, നിയമത്തുകൾ ലഭിക്കുമ്പോൾ ഇത് ലഭിച്ചു, അതിന് നന്ദി കാണിക്കാൻ സാധിച്ചു, അത് തന്നെ വലിയ നന്മയായിട്ട് മാറുക. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇതെല്ലാം ഈമാനിന്റെ നേട്ടങ്ങളുമാണ്. ഒരു ശേഖർ അടുത്ത് പറയാണ്, ഈമാന ഈമാൻ എന്നുള്ളത് സംശയങ്ങളെ, ശക്കുകളെ, കൽബിൽ ഇൽമിന്റെ വിഷയത്തിൽ ഈമാന്റെ വിഷയത്തിന്റെ ശക്കുകളെ ഒഴിവാക്കും യഥാർത്ഥ ഈമാൻ എന്നുള്ളത്. കാരണം കുഫറിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ശക്കായിരിക്കും. ശക്ക് ആദ്യം ഉണ്ടാകും, പിന്നെ അത് നിഫാഖിലേക്കെത്തും, പിന്നെ അത് കുഫറിലേക്കെത്തും, അങ്ങനെ അത് വളർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ യഥാർത്ഥ ഈമാനുള്ളവന് ആ ശക്ക് കൊണ്ടുണ്ടാകുന്ന ശൈത്താൻ ഇട്ടിരുന്ന വസ്വാസുകളുടെ ശക്കുകളായിരിക്കും. ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ആ രീതിയിൽ ഇട്ടുകൊടുക്കും. അപ്പോ അതുപോലും യഥാർത്ഥ ഈമാനുള്ളവർക്ക് ഒഴിവായി കിട്ടും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ.
മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവും റസൂലും വിശ്വസിക്കുകയും പിന്നെ ഒരു ചെറിയ റൈബ് പോലും സംശയം പോലും ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആളുകൾ, യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ശക്തികൾ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും ദലീലുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ വിശ്വാസം എന്താണ്? മലക്കുകളുടെ വിശ്വാസം എന്താണ്? വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യനാളിൽ, അങ്ങനെ അള്ളാഹുവിന്റെ ഖദറിൽ, ഈമാനിന്റെ അർക്കാനുകൾ അതെന്താണ്? അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഇതെല്ലാം ശരിക്കും പഠിക്കണം. ആ പഠിച്ചിട്ട് അതിൽ നിന്ന് ഈമാൻ ഉണ്ടാവുമ്പോൾ ഇതുപോലുള്ള ശക്തികളെല്ലാം ഒഴിവായി കിട്ടുന്നതാണ്. എന്നിട്ട് ഷേഖ് കൊടുക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസാലു നാസു യതസാഅലൂന ഹാദാ അല്ലാഹു ഖൽഖൽ ഖൽഖ. പിന്നെ അതായത് ജനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. എല്ലാ കാലത്തും അവർക്കൊരു വസ്വാസ് ഉണ്ടാവും ജനങ്ങൾക്കിടയിൽ. അള്ളാഹു ഇതിനൊക്കെ സൃഷ്ടിച്ചു, അപ്പൊ അള്ളാഹുവിനെ ആരെ സൃഷ്ടിച്ച്? അത് ശൈത്താന്റെ വലിയ വസ്വാസാണ്. ഫലിയഖുൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പറയട്ടെ ആമൻതു ബില്ലാഹ്. ചില റിവായത്തുകളിൽ ആമൻതു ബില്ലാഹി വറസൂലി വലിയൻതഹി വലിയതഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താൻ. അവൻ ആമൻതു ബില്ലാഹി വറസൂലി എന്ന് പറയുകയും പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുകയും ചെയ്യട്ടെ, എന്നാൽ അത് ഒഴിവായി പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, ഈ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പല ആളുകളും ഇന്നത്തെ ചെറുപ്പക്കാർ ഈ പിന്നെ യൂട്യൂബും മറ്റും കണ്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ കേട്ടിട്ട് ഒരുപാട് ശക്തികൾ ഉണ്ടാവുന്ന അവസ്ഥ. യഥാർത്ഥ ഈമാൻ നിങ്ങൾ പഠിക്കും. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇതിൽ പലരും പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈമാൻ എന്താണെന്നോ വിശ്വാസം എന്താണെന്നോ വിശ്വാസ കാര്യങ്ങൾ എന്താണെന്നോ അടിസ്ഥാനപരമായിട്ട് പഠിക്കില്ല. അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് എളുപ്പമാണ് ഈ സംശയങ്ങൾ കയറും. അപ്പൊ ഇങ്ങനെ രക്ഷ ചോദിക്കുമ്പോൾ ശേഖ് പറയാണ് 3 കാര്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. 1, ശൈത്താന്റെ വസ്വാസിൽ നിന്ന് രക്ഷ ലഭിക്കുന്നുണ്ട്. 2, അള്ളാഹുവിനോട് ഇസ്തിആദ നടത്തുന്നുണ്ട്. 3, അള്ളാഹുവിന്റെ ഇസ്മത്ത് ലഭിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ആമൻതു ബില്ലാഹ് എന്ന് പറയുന്നത് കൊണ്ടും ഈമാൻ കൊണ്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹഖ് പഠിക്കുക എന്നുള്ളതാണ് ഈ സംശയങ്ങളിൽ നിന്ന് ഇൽമ് നേടിക്കൊണ്ട് ഈമാൻ ഉണ്ടാക്കുക എന്നുള്ള വഴി. ശേഖ് കൊടുക്കുന്ന സൂറത്ത് യൂനിസിലായിട്ട് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. പിന്നെ ഹഖ് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ളലാൽ മാത്രമേ ഉള്ളൂ. ഹഖ് പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്താണ്? മുഴുവൻ വലാലത്തായിരിക്കുമെന്ന് ഈ അടുത്ത വിഷയത്ത് പറയുന്ന ഈമാനിന്റെ സമരത്തിൽപ്പെട്ട കാര്യമാണ് അന്നൽ ഈമാന മൽജഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ അഭയസ്ഥാനം, അഭയം തേടാനുള്ള സ്ഥലമാണ് ഈമാൻ എന്നുള്ളത്. ഏതവസ്ഥയിലും വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണിത്. ഒരു മുഅ്മിനിന് ഏത് അവസ്ഥയിലാണെങ്കിലും എന്തവസ്ഥയിലാണെങ്കിലും അവന് മടങ്ങിച്ചെല്ലാനുള്ള, അവന് അഭയം നേടാനുള്ള കാര്യമാണ് അവന്റെ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്റെ സ്വർഗം അല്ലെങ്കിൽ എന്റെ സ്വർഗം എന്നുള്ള അർത്ഥത്തിൽ അത് എന്റെ കൽബിലാണ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും, എന്നെ തടവിലിട്ടാലും എന്ത് ചെയ്താലും അത് എന്റെ കൽബാണ്. അതായത് ഈമാനിന്റെ മഹല്ല് കൽബാണ്. അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഏത് ഞെരുക്കം ചുറ്റും സംഭവിച്ചാലും അവൻ ആ ഈമാനിന്റെ ആസ്വാദനത്തിൽ മുഴുകുന്നവനായിരിക്കും. ഒരുത്തിന് ശേഖ പറയാണ്, ഒരുത്തിന് നല്ല അവനിഷ്ടമുള്ള നിഅമത്തുകൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ലഭിച്ചു. അപ്പൊ അവനെങ്ങനെ ഈമാനിലേക്ക് മടങ്ങുക? അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഒരുത്തന് ബുദ്ധിമുട്ടുകൾ ബാധിച്ചു, അവന് എന്തെങ്കിലും വിഷമങ്ങൾ ബാധിച്ചു, അപ്പൊ അവനെങ്ങനെയാണ് ഈമാനിലേക്ക് മടങ്ങുക? അവന് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്നുള്ള സവാബുകളും അതിന്റെ പ്രതിഫലങ്ങളും ആലോചിക്കും. ഒരുത്തിന് വിഷമം ബാധിച്ചു, അപ്പൊ അവനെങ്ങനെയാണ്? ടെൻഷൻ ബാധിച്ചു, അവനെങ്ങനെയാണ് മടങ്ങുക? അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ റാഹത്തും അള്ളാഹുവിലേക്കുള്ള മടക്കവും ആലോചിക്കും. ഒരുത്തിന് ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, അപ്പൊ അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിച്ച് അവന്റെ ധീരത വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്ത് കാര്യമാവട്ടെ അവന്റെ ഈമാൻ അത് അവന് ഏറ്റവും നല്ല അഭയം നൽകും. ഏത് പേടിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിൽ കൊടുത്ത ആയത്ത് ശേഖ് കൊടുക്കുകയാണ് സഹാബാക്കളെ സംബന്ധിച്ച് പറഞ്ഞത്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ മാറി, മുസ്ലിങ്ങൾ മാറി. മുസ്ലിമീങ്ങൾ ഒരുപാട് ബാധിച്ചവരുണ്ട്, കൈ മുറിഞ്ഞു പോയവരുണ്ട്, പല മുറിവുകളായി കിട്ടുന്നവരാണ്. ആ സമയത്താണ് പറയുന്നത് മുശ്രിക്കീങ്ങൾ വീണ്ടും ആക്രമിക്കാൻ വരുന്നുണ്ട്. നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട്. സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ പേടിച്ചോളിന്ന് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെട്ടോളിന്ന് പറഞ്ഞു.
فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അള്ളാഹ് അപ്പോൾ സഹാബാക്കൾ പറഞ്ഞ മറുപടി എന്താ? അവര് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവരെ ഈമാൻ വർദ്ധിച്ചു. എത്ര ഭയപ്പെടുന്ന വേദന ലഭിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവരെ ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമേൽപ്പിക്കുന്ന അല്ലാഹു മതി. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമ്പോൾ തെളിയിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ കേൾക്കുന്ന ഓരോ ഇൽമും അത് ഓരോ പരീക്ഷണ ഘട്ടത്തിലും തെളിയിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഒരാൾ ഈ ഭയമൊന്നുമില്ല, നിർഭയത്വത്തിന്റെ അവസ്ഥയാണ്, ഏറ്റവും നല്ല സുഖാണ്, സമാധാനമാണ്, അപ്പോഴും അവൻ ഈമാനിലേക്ക് മടങ്ങും. എങ്ങനെയാണ് അവൻ ഈമാനിലേക്ക് മടങ്ങുക? അവൻ അഹങ്കാരമില്ലാതെ, കിബറില്ലാതെ, വിനയാദിനെ തവാദുവോടുകൂടി. കാരണം അവനറിയാം അവന് ഉറപ്പുണ്ടാകും, ഞാൻ ഈ അനുഭവിക്കുന്ന സുഖവും സൗകര്യവും സമാധാനവും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവാണ് എനിക്ക് സംരക്ഷണം നൽകുന്നത്. ആ രീതിയിൽ അള്ളാഹുവിനോട് വിനയമുള്ളവനായിരിക്കും അവൻ എന്നുള്ളത്. അതുപോലെ തന്നെ അവന് ലഭിക്കുന്ന എന്ത് തൗഫീഖിലും, അവന് സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചാൽ, അവൻ ലഭിച്ച റിസ്ഖിൽ, അവൻ ലഭിച്ച എല്ലാ നന്മയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കുന്നവനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മടങ്ങുമെന്നുള്ളത്. ഇനി ഒരാൾ പാപം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാലോ, ഒരുത്തന് പാപം കൊണ്ടാണ് അവൻ മുഴുകുന്നതെങ്കിലോ, അപ്പോഴും അവൻ ഈമാനിലേക്ക് മടങ്ങും. എങ്ങനെ? തൗബ ചെയ്തുകൊണ്ട്. അവൻ ഇത്രയും പെട്ടെന്ന് ഈമാനിന്റെ അടിസ്ഥാന കൽബിലുള്ള ആളുകൾ പാപത്തിൽ പെട്ടാലും വളരെ പെട്ടെന്ന് തൗബ ചെയ്ത് തിരിച്ചു മടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതായത് നമ്മൾ ശരിക്ക് പല ആളുകളും വിഷമിക്കുന്ന ഒരവസ്ഥയാണ് പിശാച് നിരാശപ്പെടുത്തുക എന്നുള്ളത്. പാപങ്ങൾ പറ്റിപ്പോയി കഴിഞ്ഞാൽ ശൈത്താൻ അവന്റെ അടുത്ത് ചെന്നിട്ട് പറയും, നീ ഇന്ന പാപം ചെയ്തവനാണ്, നീ ഇനി നന്മ ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല, വലിയ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്, നീ ഇനി നന്നാവണ്ട എന്നുള്ളത്. ഇത് നമ്മൾ ഇത്ര വിചാരിച്ചാൽ മതി. നമ്മളൊരു നല്ല വസ്ത്രം ഇട്ട് പോകുന്നു, അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ചളി തെറിച്ചു, അല്ലെങ്കിൽ ചളിയിൽ വീണു, നാം എന്താ ചെയ്യുക? അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നല്ലൊരു വേഷം ധരിക്കാൻ നോക്കും. അത്രയേ ഉള്ളൂ ഈ കാര്യം. പാപങ്ങൾ വീണ് പോയാൽ ഒരിക്കലും പിശാചിന്റെ നിരാശപ്പെടുത്തലിൽ പെട്ടുപോകരുത്. അങ്ങനെ പെട്ട വലിയ അപകടമാണ്. പിന്നെ അവന് നന്മയിലേക്ക് വരാൻ തീരെ പറ്റാത്ത അവസ്ഥ വരും. എന്ത് തിന്മ ചെയ്താലും ഉടനെ നന്മ കൊണ്ട് അതിനെ വായിച്ചു അറിയാം. എന്ത് തിന്മ ചെയ്താലും ഉടനെ മുഖമെടുത്ത് രണ്ടാക്കാത്തി നമസ്കരിക്കുക, സ്വതക്കം എടുക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക, എന്നിട്ട് മടങ്ങി വരിക. ഇതല്ലാതെ വേറെ വഴിയില്ല. അതാണ് ഈമാനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്താൻ തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. എന്തെങ്കിലും ശൈത്താൻ വസ്വാസുകളെ കൊണ്ട് പിഴപ്പിക്കാൻ വേണ്ടി ഒരു തഖ്വയുള്ളവന്റെ അടുത്തേക്ക് വന്നാൽ അവനത് മനസ്സിലാവുകയും അവൻ ഉൾക്കാഴ്ചയുള്ളവനുമായിട്ട് മാറുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഏതവസ്ഥയിലും നന്മ ലഭിച്ചാൽ, ദോഷം ബാധിച്ചാൽ, അന്നുണ്ടെങ്കിൽ, അള്ളാഹിനനുസരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, പാപം ചെയ്യുന്നെങ്കിൽ പോലും അവൻ ഈമാനിലേക്ക് മടങ്ങുന്നവനായിരിക്കും. നന്മ ചെയ്താലും നിഅമത്ത് ലഭിച്ചാലും അവൻ ഈമാനിലേക്ക് മടങ്ങും, നന്മ ചെയ്താലും ഈമാനിലേക്ക് മടങ്ങും, പാപം ചെയ്താലും ഈമാനിലേക്ക് മടങ്ങും, മുസീബത്ത് ബാധിച്ചാലും ഈമാനിലേക്ക് മടങ്ങും. നമ്മുടെ മൽജ എന്ന് പറഞ്ഞാൽ ഈമാനാണ്, നമ്മുടെ അഭയസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈമാനാണ്. അത് ഈമാൻ കൊണ്ടുള്ള വളരെ വലിയ നേട്ടമായിട്ട് ഷെയ്ഖ് പറയുകയാണ്. എന്നിട്ട് അടുത്ത ഷെയ്ഖ് പറയുന്നത്, അന്നൽ ഈമാൻ സഹീഹ് യംനഉൽ അബ്ദ മിനൽ വുഖൂഇ അന്നൽ ഈമാൻ സഹീഹ് യംനഉൽ അബ്ദ മിനൽ വുഖൂഇ ഫിൽ മുബിഖാത്തിൽ മുഹ്ലിക. ഒരു സഹീഹായ ഈമാൻ ഉണ്ടെങ്കിൽ അടിമയെ ആ ഈമാൻ അവൻ നശിക്കുന്ന പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കും, അവന് ബാധിക്കുന്ന പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്നില്ല മുഅ്മിനായിക്കൊണ്ട്. വലാ യസ്രിഖു സ്സാരിഖ് ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു കള്ളനും കക്കുന്നില്ല മുഅ്മിനായിക്കൊണ്ട്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഒരാളും മദ്യപിക്കുന്നില്ല മുഅ്മിനായിക്കൊണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു മനുഷ്യൻ ഒരു പാപം ചെയ്യുന്നത് അവന്റെ ഈമാനിലുള്ള ദുർബലത കൊണ്ടാണ്, ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ സത്യസന്ധമായ സ്വഹീഹായ ഈമാൻ ഒരുത്തനുണ്ട് എങ്കിൽ ആ ഈമാൻ മറ്റുള്ള തിന്മകളിൽ നിന്ന് അവനെ തടയും, അവനെ സംരക്ഷിക്കും. നമ്മുടെ ഈമാൻ ഏറ്റവും നല്ല സുഖത്തോടു കൂടിയുള്ള സ്വഹീഹായിട്ടുള്ള ഈമാനാണെങ്കിൽ നമുക്ക് ചുറ്റും വരുന്ന എന്ത് തിന്മയാണെങ്കിലും അതിൽ വീഴാതെ ആ ഈമാൻ നമ്മെ കാത്തുരക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ്.
പല ആളുകളും ഇന്ന തിന്മയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഇന്ന തിന്മ ഒഴിവാക്കണം, അങ്ങനെ പല ചിന്തകളുണ്ടാവും. നല്ല ചിന്തയാണ്, പക്ഷെ അതിനെന്താ ചെയ്യേണ്ടത് അവർക്കറിയില്ല. പലപ്പോഴും ഞാൻ തിന്മയിൽ വീണ് പോവുകയാണല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഏറ്റവും നല്ല അവസ്ഥയിലാണെങ്കിൽ, ഏറ്റവും സുഖത്തോടു കൂടിയുള്ളതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. അള്ളാഹു ഒരിക്കലും അവന്റെ വലിയനെ തിന്മയിലേക്ക് വിട്ടുകൊടുക്കില്ല. നമ്മൾ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നു, സുന്നത്തായ നവാഫുകൾ ചെയ്യുന്നു, ഈമാൻ പഠിക്കുന്നു, ഈമാൻ പ്രാവർത്തികമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ അള്ളാഹു തആല ഹറാമിൽ നിന്ന് കാത്തുരക്ഷിക്കും. നമ്മുടെ ചുറ്റും എന്തൊക്കെ ഹറാമുകൾ വന്നാലും നമ്മുടെ കണ്ണിന്റെയും അതിന്റെയും ഇടയിൽ അള്ളാഹു തആല പറയുന്നു. നമ്മുടെ കാതുകളെ എന്തൊക്കെ ഹറാമുകൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ അള്ളാഹു തആല പറയുന്നു. നമ്മുടെ കൈകാലുകൾ നമ്മുടെ തിന്മകളിലേക്ക് പോകുമെന്ന് അള്ളാഹു തആല പറയുന്നു. അള്ളാഹു തആല ഒരിക്കലും ഈമാനുള്ള തഖ്വയുള്ള അള്ളാഹുവിന്റെ വലിയ പാപങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ടാകില്ല. ഏത് പാപത്തിന് നാം വീഴുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനിൽ, അള്ളാഹുവിനും പരലോകത്തിനുള്ള ഈമാനിൽ എന്തോ ദുർബലത ബാധിച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ മടങ്ങേണ്ടത് ആ ഈമാനിലേക്കാണ്. ഈമാൻ സഹീഹാണെങ്കിൽ എന്തൊരു തിന്മയിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും. ഈമാനിന്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ്. അടുത്തൊരു ഹദീസ് ഷെയ്ഖ് കൊടുക്കുന്നത്, ഈമാനിന്റെ നേട്ടങ്ങൾ പറയുന്ന ഷെയ്ഖ് പറയുന്ന അടുത്തൊരു കാര്യം, ഇത് അവസാനത്തെ കാര്യമായിട്ട് ഇതിൽ കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മസലുൽ മുഅ്മിനിൽ ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ കമസലിൽ ഉത്റുജ തഅമുഹാ തയ്യിബുൻ വരീഹുഹാ തയ്യിബുൻ, ഈ നാരങ്ങ ആ ഇനത്തിൽ പെടുന്ന ഒരു പഴം, അതുപോലെയാണ്. അതിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. അതിന്റെ രുചി നല്ല രസമുള്ളതാണ്, അതുപോലെ തന്നെ അതിന്റെ മണവും നല്ല രസമുള്ളതാണ്. ومثل المؤمن الذي لا يقرأ القرآن كمثل التمرة طعمها طيب ولا ريح لها. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം പോലെയാണ്. അതിന് നല്ല രുചിയുണ്ട്, പക്ഷെ അതിനെന്തില്ല, നല്ലൊരു മണം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നുള്ളത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഉദ്ദേശം ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇൽമു നേടി അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ആൾ. അതല്ലാതെ പാരായണം ചെയ്യാത്ത ആളെന്ന് ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് വേറൊന്നും ചെയ്യാത്ത ഒരാളായിട്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ വിഷയം പറയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 4 ഇനങ്ങളായി നമുക്ക് ജനങ്ങളെ വേർതിരിക്കാൻ സാധിക്കും. 4 ഇനങ്ങളായി. ഒന്നാമത്തേത് ഖൈറ ഫീ നഫ്സിഹി മുതഅദ്ദിൻ ഖൈറുഹു ഇലാ ഖൈരിഹി, ഒരുത്തൻ സ്വന്തത്തിന് നന്മയാണ്, നല്ല മനുഷ്യനാണ്, അതുപോലെ തന്നെ ആ ഖൈറ് മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നുണ്ട്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശം ഒരുത്തൻ ദീന് പഠിക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അത് മറ്റുള്ളവരേക്ക് അവൻ എത്തിച്ചു കൊടുക്കുന്നതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒന്നാമത്തേണം. അത് എല്ലാവിധ ബറക്കത്തും നിറഞ്ഞ ആളുകളാണ്. അല്ലാഹു തആല പറഞ്ഞു, വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്യം, എന്നെ ബറക്കത്തുള്ളവനായിരിക്കുന്ന എവിടെയുള്ളവൻ. അതുകൊണ്ടുള്ള ഉദ്ദേശം പറഞ്ഞാൽ എവിടെയാണോ അവനുള്ളത് അവനവിടെ ആളുകൾക്ക് ഖൈറ് വരുന്നത്, ഇൽമു പഠിപ്പിച്ചു കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. അങ്ങനെയുള്ള ആളുകൾ. രണ്ടാമത്തെ ത്വയ്യിബുൻ ഫീ നഫ്സിഹി സാഹിബു ഖൈർ, അവൻ സ്വന്തത്തിൽ നല്ല ആളായി ജീവിച്ചതാണ്, പക്ഷെ അവനെ കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപകാരം നീണ്ടുപോകുന്നില്ല. രണ്ടാമത്തെ. മൂന്നാമത്തേത് മൻ ആലമ ലിൽ ഖൈർ വലാകിന്നഹു ലാ യതഅദ്ദാ ദററഹു ഇലാ ഗൈരിഹി, ഒരുത്തന് ഖൈറില്ല, അവന് ശർറേ ഉള്ളൂ, പക്ഷെ അവന്റെ ശർറ്, അവന്റെ ദോഷം വേറുള്ളവർക്ക് ബാധിക്കുന്നില്ല. നാലാമത്തേത് മൻ ഹുവ സാഹിബു ശർറിൻ അലാ നഫ്സിഹി വഅലാ ഗൈരിഹി, അവൻ സ്വന്തത്തിന് ശർറാണ്, അവൻ മറ്റുള്ളവർക്കും ശർറായിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇത് ആദ്യം പറഞ്ഞ 2 ആളുകളിൽ ഒന്നാമത്തെ ആളാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. സ്വയം ഇൽമു നേടുന്നവനാണ്, അമല് ചെയ്യുന്നവനാണ്, മറ്റുള്ളവർക്ക് അത് എത്തിക്കുന്നവനാണ്. ഏറ്റവും ദോഷമായിട്ടുള്ളതോ സ്വന്തം ശർറാണ്, മറ്റുള്ളവരെ ശർറിലേക്ക് നയിക്കുന്നതുമാണ്. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് ജിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യഫ്സിദൂൻ. അവര് സത്യം നിഷേധിക്കുന്നവർ, അത് മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് വലിയ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് മുഅ്മിനീങ്ങളെ തന്നെ ഈ അവസ്ഥകളിൽ ആളുകൾ വേർതിരിക്കുമ്പോൾ ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല നേട്ടം അവൻ ബാക്കിയുള്ള ആളുകൾക്കും ഖൈറ് വരുത്തുന്ന, നന്മ വരുത്തുന്ന ആളായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ഖവിയായ ശക്തനായ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. പക്ഷെ രണ്ടുപേരിലും നന്മയുണ്ട്. ഷേഖ് പറയാണ്, ഇതാണ് ഈ രണ്ടിനം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് അവൻ ഈമാനുണ്ട്, അവൻ സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ ഈമാൻ ഉണ്ടാകും, പക്ഷെ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ അവന് ഖവിയായിരിക്കില്ല, വഈഫായിരിക്കും, ദുർബലനായിരിക്കും എന്നുള്ളത്. എന്നിട്ട് ശേഖ് ഒരു ഹദീസ് കൂടി കൊടുക്കുകയാണ്. മുഅ്മിനിന്റെ ഈമാനിന്റെ അളവനുസരിച്ച് അവന്റെ സ്ഥാനങ്ങൾ മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു الناس ويصبر على أذاهم خير من المؤمن الذي لا يخالط الناس ولا يصبر على أذاهم. المؤمن الذي يخالط الناس, ഒരു മുഅ്മിൻ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു മുഅ്മിൻ, ويصبر على أذاهم خير من المؤمن الذي لا يخالط الناس, എന്നിട്ട് ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവൻ, അവൻ ആരേക്കാൾ ഉത്തമനാണ്? ജനങ്ങളുമായിട്ട് ഇടപഴകാതെ വലാ യസ്ബിറു അലാ അദാഹും, അവരുടെ അവരുണ്ടാക്കുന്ന ദോഷങ്ങളിൽ ക്ഷമ അവലംബിക്കാതെ ആളുകളുണ്ട്. ആ ആളുകളെക്കാൾ ഖൈറാണ് ജനങ്ങളായിട്ട് ഇടപഴകി അവരോട് ക്ഷമിക്കുന്നവനെന്ന്. ശേഷം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, ഒരു മുഅ്മിൻ അവന് ജനങ്ങളുമായി ഇടപഴകിയിട്ട് അവരിലേക്ക് ഖൈർ ഉണ്ടാക്കാൻ, മസ്ലഹത്ത് ഉണ്ടാക്കാൻ, ഇസ്ലാഹ് നടത്താൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. അവന് ഖൈറുണ്ട്, അവന് ബാക്കിയുള്ളവർക്ക് ഖൈർ എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. എന്നാൽ മറ്റു ചില ആളുകൾ ഉണ്ടാകും, അവന്റെ ഖൈറുണ്ടാകും, പക്ഷെ മറ്റുള്ളവർക്ക് ഖൈർ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ അവന് ചെറുത് ബാധിക്കുന്നതാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന് ജനങ്ങളിൽ മാറി നിൽക്കാം, അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവന് ഖൈറുണ്ട്, മറ്റുള്ളവരുടെ ഖൈറെത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ അവന്റെ ഖൈറ് കൊണ്ട് അവന് മാറി താമസിക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ഉത്തമൻ എന്നുള്ളത് സ്വന്തത്തിൽ ഖൈറ് കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഖൈർ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ഈമാനിന്റെ ഒരവസ്ഥയായിട്ട് ഷെയ്ഖുകളെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഈമാനിന്റെ നേട്ടങ്ങൾ എന്നുള്ളത് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഷെയ്ഖ്. നമ്മുടെ ഈ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ ഫസ്ലും അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഖാത്തിമത്ത്, അവസാനം കൊടുത്തുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നാം പറഞ്ഞു വന്ന കാര്യങ്ങൾ ഈ 7 ദർശനങ്ങളിലായിട്ട് പോയി അവസാനത്തെ നമ്മൾ പറഞ്ഞ ഈമാൻ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇത് നമുക്ക് ആലോചിക്കാനുള്ളതാണ്. ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നേട്ടങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ലഭിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈമാൻ നേടണം. അതിനുള്ള വഴികൾ രണ്ടാമത്തെ ഫസ്ലിൽ പറഞ്ഞു, എങ്ങനെയാണ് ഈമാൻ നേടുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്താൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, വല്ലാഹി ദുനിയാവിലെ ഏറ്റവും നല്ല ജീവിതം, പരലോകത്തിലെ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിനെ കുറിച്ചുള്ള പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത്. അത് നേടാനുള്ള വഴികൾ, കർമ്മങ്ങൾ, അതും ഒരിക്കലും അവസാനിപ്പിക്കരുത്, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ഷെയ്ഖിന്റെ ഖാത്തിമത്തിൽ, കൺക്ലൂഷനിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ്. ഏറ്റവും ബർക്കത്ത് നിറഞ്ഞ ഷജറ എന്ന് പറഞ്ഞത് ഷജറത്തുൽ ഈമാൻ. നമ്മൾ ഈമാനിന്റെ വൃക്ഷത്തിനോടൊക്കെ ഉപമിച്ചിട്ടുണ്ടായിരുന്നു. ഈമാൻ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷമാണ്. അതിന്റെ അസ്ല്, അതിന്റെ അടിസ്ഥാനം, അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ഇൽമു കൊണ്ട് യഥാർത്ഥ ഇൽമു നേടുകയും മനസ്സിലാക്കലുമാണ്. അതുപോലെ തന്നെ അതിന്റെ ഫന്നുകൾ, അതിൽ നിന്ന് വ്യത്യസ്ത ശാഖകൾ എന്ന് പറഞ്ഞാൽ ശറഅഉൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശറഅ, വൽ അഅമാലുസ് സാലിഹ, വൽ അഖ്ലാഖുൽ ഫാദില, സൽക്കർമ്മങ്ങളാണ്, നല്ല സ്വഭാവങ്ങളാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യലാണ്. അതിന്റെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുദ, നേരായ മാർഗം, നല്ല സൽസ്വഭാവം, അള്ളാഹുവിന് നന്ദി കാണിക്കൽ, ക്ഷമയവലംബിക്കൽ, അങ്ങനെ എണ്ണിയാ തീരില്ല. ഈമാനിന്റെ സമർത്ഥികൾ എണ്ണിയ അവസാനത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത് ശേഖുവാനാണ്. ഈ ഇതിന്റെ എല്ലാം ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖിയാമു ബി ഹുഖൂഖില്ലാഹ് വ ഹുഖൂഖി ഖൽഖിഹി, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ വീട്ടുക, സൃഷ്ടികളോടുള്ള ഹക്കുകൾ വീട്ടുക. ഇതാണ് ഈമാനിന്റെ തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ എന്ന് ശേഖ് പറയാണ്. ഈ ഒരു വൃക്ഷം, ഈമാനിന്റെ ഈ ഷജറത്തിനെ മനസ്സിലാക്കുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ആളുകൾ വ്യത്യസ്ത ദർജകളിലായിരിക്കും. എല്ലാ കാലത്തും അങ്ങനെയാണ്. ചില ആളുകൾ താഴ്ന്ന ആളുകളായിരിക്കും, ചില ആളുകൾ ഉന്നതരായ ആളുകളായിരിക്കും, ചില ആളുകൾ അതിന്റെ ഇടയിലായിട്ട് ഇരിക്കുന്ന ആളുകൾ. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ പരിശ്രമിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല. അല്ലാഹു തആല പറഞ്ഞു, ബലില്ലാഹു യമുന്നു അലൈക്കും
അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹുവാണ് നിങ്ങൾക്ക് മേലെ ഈ ഔദാര്യം ചൊരിഞ്ഞത്. ഈമാനിലേക്ക് ഹിദായത്ത് നൽകിയത് അല്ലാഹുവാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ സിദ്ഖുള്ളവരാവുക. നിങ്ങൾ അതിൽ സത്യസന്ധത കാണിക്കാൻ പരിശ്രമിക്കുക. എല്ലാ പരീക്ഷണത്തിന്റെയും അടിസ്ഥാനം ഈമാനിൽ നിങ്ങൾക്ക് സിദ്ഖാണോ കദിബാണോ എന്ന് വേർതിരിച്ചറിയാനാണ്. അവിടെ അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കുക. നാളെ സ്വർഗത്തിൽ കിടന്ന ആളുകൾ ആദ്യമായി പറയുന്ന വാക്കുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. അവർ പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി, അല്ലദീ ഹദാന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി, ലിഹാദ, ഈ സ്വർഗത്തിലേക്ക്, വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ ഈ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും സ്വർഗത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും ഒന്നും ഞങ്ങൾ എത്തുമായിരുന്നില്ല എന്ന് സ്വർഗാവകാശികൾ പറയുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകർ വാഗ്ദാനം ചെയ്തതെല്ലാം സ്വർഗത്തിൽ അവർക്ക് കാണാനും സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിഷയങ്ങൾ, ഈമാനിന്റെ വ്യത്യസ്ത ശാഖകൾ, ഈമാൻ എന്താണെന്നുള്ളത്, ഈമാൻ നേടാനുള്ള വഴികൾ, ഈമാനിന്റെ വിഭവങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും എത്രത്തോളം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം അതിന് പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ഖുള്ള ഈമാനുള്ളവരായി നമ്മളെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. നമ്മുടെ ഖൽബിനെ ഹിദായത്ത് നൽകിയതിനു ശേഷം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്തായ അള്ളാഹുവിനെ കണ്ണിനെ കാണുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. الحمد لله رب العالمين.